ഈ നാടിന്റെ ഒരു കരുത്തും ശക്തിയുമാണ് രാജ്യമായി നിൽക്കുന്നത്. തൊഴിൽ മേഖലയുടെ സംഘടിതമായ പ്രവർത്തനത്തിന്റെയും ആത്മാർത്ഥതയുടെയും ഫലമായിട്ടാണ്. ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. ആ കാർഷിക രാജ്യമായ ഇന്ത്യയിലെ കർഷക ജനസാമാന്യം എത്രമാത്രം ക്രൂരമായിട്ടുള്ള നടപടികൾക്കാണ് വിധേയമാകുന്നത്. കാർഷിക മേഖല കോർപ്പറേറ്റുകൾ കൈയടക്കുകയാണ്. അതിനുവേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ 2019-20 കാലഘട്ടത്തിൽ 3 നിയമം പാസാക്കി. ആ 3 നിയമങ്ങളിലൂടെ, അതും ഈ പറഞ്ഞതുപോലെ പാർലമെന്റ് ഫലപ്രദമായി സംഘടിച്ച് അതിൽ ചർച്ച ചെയ്ത് കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചുകൊണ്ടല്ല. RSSന് BJPക്ക് ഒരു അജണ്ടയുണ്ട്, അത് പാസ്സാക്കണം. ആ അജണ്ടയുടെ ഭാഗമായിട്ട് 3 കർഷക നിയമങ്ങൾ പാസ്സാക്കി, കർഷക വിരുദ്ധ നിയമങ്ങൾ. ആ 3 കർഷക വിരുദ്ധ നിയമങ്ങൾ ഇന്ത്യയുടെ കാർഷിക മേഖല വൻകിട കോർപ്പറേറ്റുകൾ കൈയടക്കുകയാണ്. ഇപ്പൊ ഇന്ത്യയിൽ IT കമ്പനി ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ട്. IT കമ്പനിക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഭൂമി യഥേഷ്ടം കൊടുക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ കൈവശമുള്ള ഭൂമിയല്ല കൊടുക്കുന്നത്, ഇവിടുത്തെ കൃഷിക്കാരുടെ, സാധാരണക്കാരുടെ കൈവശമുള്ള ഭൂമി ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കുകയാണ്. ആ ബലം പ്രയോഗിച്ച് ഒഴിപ്പിച്ച് അദാനി, അംബാനി അവരുടെ പുതിയ IT കമ്പനികൾക്ക് വേണ്ടി, ഡാറ്റാ ബാങ്ക് കമ്പനികൾക്ക് വേണ്ടി ഒഴിപ്പിച്ച് ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് വിട്ടുകൊടുക്കുകയാണ്. അതാ പോലീസൊക്കെ നിർവഹിക്കുന്ന ഇപ്പോഴത്തെ ദൗത്യം. ഇങ്ങനെ ഭൂമി കൃഷിക്കാരിൽ നിന്ന് തട്ടിപ്പറിക്കുക, കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം കൃഷിക്ക് നിഷേധിക്കപ്പെടുക, ഇതാണ് കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയ കാർഷിക നിയമം. ഇത് മാത്രമല്ല, കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ഗവൺമെന്റ് തന്നെ അവരെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ BJP എഴുതി വെച്ചു. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട്. സ്വാമിനാഥൻ നമ്മുടെ പാലക്കാട്, അദ്ദേഹം ആലപ്പുഴക്കാരനാണ്, കുട്ടനാടുകാരനാണ്. തമിഴ്നാട്ടിലാണ് അദ്ദേഹം പഠിച്ച് ഒക്കെ വന്നതെങ്കിലും ആ സ്വാമിനാഥൻ കമ്മീഷൻ ഉൽപാദന ചെലവിന്റെ 1.5 ഇരട്ടി വില നിശ്ചയിച്ച് കൃഷിക്കാരിൽ നിന്നും കാർഷികോൽപാദനം സംഭരിക്കണം. അങ്ങനെ വരുമ്പോൾ കൃഷിക്കാരുടെ കൈവശം കാശ് വരും. കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും കാശ് കൊടുക്കുന്നത് രാജ്യത്തിന്റെ വികസനമാണ്. ഇവിടെ തൊഴിലാളിയുടെ കൈവശം പണം വന്നാൽ അത് ഡെഡ് മണിയല്ല, അത് ക്രിയേറ്റീവാണ്, അത് ഉൽപാദനത്തെ സഹായിക്കുന്നതാണ്. കൃഷിക്കാരന്റെ കൈവശം പണം വന്നാൽ അത് രാജ്യത്തിന്റെ ചലനാത്മകതയാണ്. അതാണ് ഇടതുപക്ഷ നിരീക്ഷണം. ഇവിടെ കൂലി കൊടുക്കരുത്, ആനുകൂല്യം കൊടുക്കരുത്, ഭൂമി കൊടുക്കരുത്, അത് വലതുപക്ഷ നയമാണ്. അതാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്, വലതുപക്ഷ നയം. കൃഷിക്കാരിൽ നിന്ന് ഭൂമി തട്ടിയെടുക്കുക, അവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, കൃഷിക്കാരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ സ്വാമിനാഥൻ കമ്മീഷൻ നിലപാടനുസരിച്ചിട്ടാണോ അവർക്ക് വില നിശ്ചയിച്ചു കൊടുക്കുന്നത്? വില നിശ്ചയിക്കുന്നത് കോർപ്പറേറ്റുകളാണ്. ഇന്ത്യയിൽ ഈ കാർഷിക മേഖലയിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില നിശ്ചയിച്ച് കൃഷിക്കാരാണ് വില നിശ്ചയിക്കുന്നത്. അത് വിൽക്കുന്ന ഏതാണ്ട് 10-25,000 വിപണന കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു, ചന്തകൾ ഉണ്ടായിരുന്നു. 6,000-7,000 വലിയ വിപുലീകരിച്ച കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. ഇത് മുഴുവൻ കോർപ്പറേറ്റുകൾ കൈയടക്കി കഴിഞ്ഞു. ഇപ്പൊ കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനം, ഗോതമ്പ്, നെല്ല്, പച്ചക്കറികള്, അതുപോലെ തന്നെ മറ്റുൽപ്പന്നങ്ങള്, പഴവർഗ്ഗങ്ങൾ എല്ലാം വിപണനം നടത്തുന്നത് കോർപ്പറേറ്റുകളാണ്. കേരളമാണ് ഇന്ത്യ എന്ന് ധരിച്ചേക്കരുത്. ഈ കേരളത്തിൽ സംഘടിതമായ തൊഴിലാളി കർഷക ഐക്യമുണ്ട്. അവരുടെ ചെറുത്തുനിൽപ്പ് ശക്തമായതുകൊണ്ടാണ് ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. ഇവിടെ മാത്രമായി പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല, ഇവിടെയും ആക്രമിക്കപ്പെടും. അതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിക്കുന്ന നയങ്ങൾ കൃഷിക്കാരുടെ കാർഷികോൽപ്പന്നങ്ങൾക്ക് വൻകിട കോർപ്പറേറ്റുകൾ വില നിശ്ചയിക്കും.
അതിന് അവർ സംഭരിക്കും, അവർ വിപണനം നടത്തും. ഇത് കാർഷിക മേഖലയിൽ എത്രമാത്രം പ്രശ്നങ്ങളാണ്, എത്രമാത്രം പ്രയാസങ്ങളാണ് ഉണ്ടാക്കുന്നത്. കാർഷികോൽപ്പന്നങ്ങൾക്ക് ന്യായവില കിട്ടുന്നുണ്ടോ? എത്ര കെടുവിലക്കാണ്. ഇവിടെ കൃഷിക്കാർക്ക് ന്യായമായ വളം, രാസവളം കിട്ടുന്നുണ്ടോ? രാസവളത്തിന്റെ മേലെ നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ അടുത്ത കാലത്ത് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. രാസവളങ്ങൾ ഈ കോർപ്പറേറ്റുകൾ വിതരണ കേന്ദ്രങ്ങളിൽ കൈയടക്കുകയാണ് എന്ന് മാത്രമല്ല, ഇപ്പൊ യുദ്ധം, ആ യുദ്ധത്തിന്റെ ഫലമായിട്ട് ലോക മാർക്കറ്റിൽ തന്നെ ഇപ്പോൾ ഒരു സ്തംഭനാവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാർഗം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റുമായിട്ടൊരു കരാറുണ്ടാക്കിയിട്ടുണ്ട് അമേരിക്ക, ഒരു വാണിജ്യ കരാർ. ആ വാണിജ്യ കരാർ അനുസരിച്ച് ഇറക്കുമതിയുടെ പൂർണ്ണമായ എല്ലാ നിയന്ത്രണങ്ങളും അമേരിക്കയിൽ നിക്ഷിപ്തമാണ്. നമ്മളിവിടെ ഇന്ത്യയിൽ ഗോതമ്പ് ഉണ്ടാക്കുന്നുണ്ട്, കേരളത്തിൽ ഇല്ലെങ്കിലും. അമേരിക്ക പറഞ്ഞിരിക്കുന്നത് അമേരിക്കയിൽ നിന്ന്, അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങളുണ്ട്, അവരിൽ നിന്ന് അമേരിക്കൻ നിയന്ത്രണത്തിൽ ഗോതമ്പ് ഇറക്കുമതി ചെയ്യുമ്പോൾ ഒരു പൈസയും നികുതി കെട്ടാൻ പാടില്ല, സീറോ ആണ്. ഇപ്പൊ ഗോതമ്പ് ഇവിടെ ഇറക്കുമതി ചെയ്യുമ്പോൾ സീറോ ആണ് ടാക്സ്. അതുകൊണ്ട് ഇവിടെ വില കുറഞ്ഞ് കിട്ടുകയല്ല. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഈ മാർക്കറ്റിലേക്ക് ചാടിക്കയറും. ഇവിടെ പണിയെടുത്ത് കൃഷിക്കാർ ഗോതമ്പുണ്ടാക്കിയിട്ട് എന്താ കാര്യം? ന്യായവില ലഭ്യമാകുമോ? ഇറക്കുമതി കമ്പോളം പിടിക്കുക. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി എന്നൊരു ടാക്സേ കൊടുക്കാതെ അവസ്ഥ വരുമ്പോൾ ആ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ മാർക്കറ്റ് പിടിക്കും. ഇവിടെ കൃഷിക്കാർ തകരും. അവിടെ കാർഷികോൽപ്പന്നങ്ങൾ മാർക്കറ്റിലേക്ക് പോകില്ല. ഇതിവിടെ മാത്രമല്ല, വ്യാവസായിക മേഖലയിലുണ്ട്. യന്ത്രസാമഗ്രികൾ, ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉണ്ടാക്കുന്ന യന്ത്രസാമഗ്രികളുണ്ട്. ഓട്ടോമൊബൈൽ ഉൽപ്പന്നങ്ങള്, കാറുകള് ഒക്കെ അമേരിക്കയിൽ നിന്ന് ഇവിടെ ഇറക്കുമതി ചെയ്യാണ്. സീറോ ടാക്സാ. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ ഒരു ടാക്സും കിട്ടാൻ പാടില്ല. ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചൊരു പൊതു തത്വമുണ്ട്. ആ തത്വം ഇന്ത്യൻ വ്യവസായങ്ങളെ രക്ഷിക്കാൻ, ഇന്ത്യൻ ജനജീവിതം സംരക്ഷിച്ചെടുക്കാൻ ഇന്ത്യ ഗവൺമെന്റ് ഇവിടെ ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് നികുതി കിട്ടും. അമേരിക്കയിൽ നിന്ന് ഒരു കാർ ഇറക്കുമതി ചെയ്യുമ്പോൾ ചിലപ്പോൾ 100, 150, 200% നികുതി കിട്ടും. കാരണം അത് ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ത്യൻ വിപണിയെ സംരക്ഷിക്കാൻ, ഇന്ത്യൻ വ്യവസായത്തെ സംരക്ഷിക്കാനാണ് ഇൻഡോ അമേരിക്കൻ വാണിജ്യ കരാറിലൂടെ ഇപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുന്ന ഒരു നികുതിയും കെട്ടാൻ പാടില്ല. ഏത് വ്യവസായമാണ് പിടിച്ചു നിൽക്കുക? ഇന്ത്യയിൽ ഏത് വ്യവസായങ്ങളാണ് സംരക്ഷിക്കപ്പെടുക? ഏത് തൊഴിലാളിക്കാണ് സംരക്ഷണം കിട്ടുക? ഇവിടെ തൊഴിലാളിയുടെയും കൃഷിക്കാരന്റെയും കൈവശം പണമില്ലെങ്കിൽ ദാരിദ്ര്യമായിരിക്കും.